ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 229 ദിവസം. സൂറത്തുൽ ബഖറ 219. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ വയസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുവല്ലോ. പറയുക, അവ രണ്ടിലും വലുതായ പാപവും മനുഷ്യർക്ക് അല്പം ഗുണങ്ങളുമുണ്ട്. എന്നാൽ അവയുടെ ഗുണത്തേക്കാൾ വളരെ ഭയങ്കരമാകുന്നു അവയുടെ പാപം. തങ്ങൾ ദൈവമാർഗത്തിൽ ചെലവഴിക്കേണ്ടതെന്തെന്നും നിന്നോടവർ ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത്. ഈ വിധം അള്ളാഹു നിങ്ങൾക്ക് ധർമ്മസൂക്തങ്ങൾ വ്യക്തമാക്കി തരുന്നു, നിങ്ങൾ വിചാരമുള്ളവരാവാൻ. ചൂതാട്ടപ്പണവും പലിശപ്പണവും മദ്യലാഭവുമെല്ലാം ഉപയോഗപ്പെടുത്തി ജാഹിലിയ കാലത്ത് അറബികൾ സാധുജനങ്ങളെയും അശരണരെയും സഹായിച്ചിരുന്നു. എന്നാൽ ഇവയൊക്കെ നിരോധിച്ചാൽ മറ്റെന്ത് ഞങ്ങൾ ദാനം ചെയ്യും എന്ന് ചോദിച്ചാൽ സമ്പാദ്യത്തിൽ ചെലവ് കഴിച്ച് മിച്ചമുള്ളത് നൽകുക എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. മുൻ സൂക്തങ്ങളിൽ യുദ്ധത്തെയും ധനവ്യയത്തെയും പരാമർശിച്ചു, അഥവാ ശാരീരികവും സാമ്പത്തികവുമായ ജിഹാദുകളെപ്പറ്റി. ഇനി ശാരീരികവും സാമ്പത്തികവുമായ രണ്ട് തിന്മകളെ ഒഴിവാക്കാൻ പറയുന്നു. ശാരീരികമായത് മദ്യമാണ്, സാമ്പത്തികമായ തിന്മ ചൂതാട്ടവും. സ്വഭാവപരമായി സംസ്കരിക്കപ്പെടണമെങ്കിൽ പടിപടിയായി ശിക്ഷണം നൽകണം. ഇവിടെ മദ്യമെന്ന വിപത്തിനെ നിരോധിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് ഈ ആയത്ത്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാകുന്നു, എല്ലാ ഖംറും നിഷിദ്ധവുമാകുന്നു. തിന്മകളുടെ മാതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ വിശേഷിപ്പിച്ചത്. ഇന്നും വ്യക്തി, കുടുംബം, രാഷ്ട്രം തുടങ്ങി ഏത് തലത്തിലെയും സർവനാശത്തിൽ മദ്യത്തിനുള്ള പങ്ക് വളരെ വ്യക്തമാണ്. ഇതേ പ്രകാരം ഉപകാരത്തിലേറെ ഉപദ്രവം ക്ഷണിച്ചു വരുത്തുന്ന മറ്റൊന്നാണ് ലോട്ടറി അഥവാ ചൂതാട്ടം. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ലോട്ടറി, ചീട്ടുകളി തുടങ്ങിയവ നിഷിദ്ധമായ ധനവിനിമയ രീതികളാണ്. ലോട്ടറിയിലൂടെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന രീതിയുണ്ട്. ഇത്തരം ചില ഉപകാരങ്ങൾ ഈ വലിയ തിന്മയെ അനുവദനീയമാക്കാനുള്ള ന്യായമല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.